ഹലോ വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ വിൽക്കുന്ന 2 kg 2 ടയർ കേക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് ഞാൻ 2 ടയർ കേക്ക് ചെയ്തപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു ടിൻ ഏതൊക്കെയാണ്, എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത്, ഇത്ര നല്ല ഗ്യാപ്പ് കിട്ടുന്നത് എങ്ങനെയാണ് 2 ടയർ തമ്മിൽ, അതുപോലെ നല്ല ഹൈറ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ 2 kg ചെയ്യാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള 2 ടയർ കേക്ക് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒരുപാട് കേക്ക്സ് ഉണ്ടാക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ കേക്ക്സ് ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും കേക്ക് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു കാര്യം, ഞാനിതിൽ ഫോട്ടോ ഞാൻ കാണിക്കുന്നത് ഒരുപാട് കേക്ക്, ഞാൻ കുറേ കേക്ക് ചെയ്തതിൻ്റെ ഒക്കെ ഞാൻ ഫോട്ടോസ് കാണിക്കുന്നുണ്ട് ഇപ്പം ഫസ്റ്റിൽ. പക്ഷേ ഈ ഒരു കേക്കിൻ്റെ ഫോട്ടോ എനിക്ക് തംബ്നെയിലിന് വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. രാത്രി പെട്ടെന്ന് കസ്റ്റമർ വന്നതിന് ശേഷം ടയർ കയറ്റി വെച്ചിട്ട് അങ്ങനെയൊക്കെ കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫോട്ടോയിൽ കാണിക്കുന്ന എല്ലാ കേക്ക്സും ഇതേ സെയിം, ഞാനിപ്പം കാണിക്കുന്ന സെയിം മെത്തേഡിൽ ചെയ്ത കേക്കുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേക്ക് ടിന്ന് ഒന്ന് റെഡിയാക്കി എടുക്കുക, ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു 2 ടയർ കേക്ക് ചെയ്യാൻ എടുക്കുന്ന ടിന്ന് എന്ന് പറയുന്നത് ഒന്ന് 7 ഇഞ്ചിൻ്റെ ടിന്നാണ്, മറ്റേത് മാക്സിമം പോയാൽ ഒരു 5 ഇഞ്ച് വരും. ഇതൊരു ടിന്നല്ല, ഇതൊരു ടിഫിനാണ്, സ്റ്റീലിൻ്റെ ടിഫിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ടിന്ന് എടുക്കുകയാണെങ്കിൽ 4.5 മുതൽ മാക്സിമം പോയ 5, അത്ര ആ ഒരു 2 ടിൻസാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്, 7 and 5. അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്യാപ്പ് കിട്ടുന്നത്. അപ്പം ഞാൻ കേക്ക് ടിൻ റെഡിയാക്കിയതിന് ശേഷം എൻ്റെ സ്റ്റാൻഡ് മിക്സറിലോട്ട് ഞാൻ ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂണ് വനില എസൻസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ എസൻസ് ആണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ നമുക്ക് ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ പൊടി അരിച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എഗ്ഗ് ബീറ്റാക്കാൻ ഇട്ടിട്ട് പൊടി അരിച്ചെടുത്താൽ മതി. ആ ഒരു ബീറ്റാവുന്ന സമയത്തിനുള്ളിൽ നമുക്ക് പൊടി അരിച്ചെടുക്കാൻ പറ്റും. നല്ലൊരു സ്റ്റാൻഡ് മിക്സറാണ് കേട്ടോ ഈ ഇനാൽസ എന്ന് പറയുന്നത്. ഞാൻ കുറച്ചായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ അതിന് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ബീറ്റാവുന്നതിനിടയ്ക്ക് ഞാൻ പൊടി അരിച്ചെടുക്കുകയാണ്. ഞാൻ 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറുമാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. മെഷർമെൻറ്റ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ പ്രത്യേകിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുമുണ്ട് ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ. അപ്പോൾ 1 kgയുടെ സ്പോഞ്ചാണ് ഞാൻ ആദ്യം തയ്യാറാക്കുന്നത്. അപ്പോൾ 2 kg കേക്കാണ് ഇത് റെഡിയാക്കുന്നത്. പക്ഷെ ഞാൻ ഇതുപോലെ ഇപ്പോൾ ഒരേ ഒരു ടിന്നുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രീമി പരിവം ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്ലേഡ് ഉണ്ടല്ലോ ആ ഒരു ബീറ്ററിൻ്റെ, അത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യുന്ന ആ ഒരു ബ്ലേഡ് ഉണ്ട്, അത് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ 1/4 കപ്പ് നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറേശ്ശെ ആയിട്ട് അരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. പക്ഷേ സ്റ്റാൻഡ് മിക്സർ ആകുമ്പം ഇതുപോലത്തെ ഫോൾഡ് ചെയ്യുന്ന ഒരു ബ്ലേഡും കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടും. അപ്പോൾ അതിൽ ചെയ്യുമ്പം എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പാച്ചില വെച്ചിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം നേരെ പകുതിയാക്കിയിട്ട് 2 ടിന്നിലോട്ടും ഒന്നിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് കറക്റ്റായിട്ട് നല്ല ഹൈറ്റിലുള്ള കേക്ക് കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതേപോലെ തന്നെ ഇനിയൊരു പ്രാവശ്യം കൂടി ഞാൻ ബേക്ക് ചെയ്തെടുക്കും. ഇപ്പോൾ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20 മുതൽ 30 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇത് ബേക്കായി കിട്ടിക്കോളും. തിന്നായിട്ടുള്ള ലെയറല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് ഞാൻ എന്തായാലും ബേക്ക് ചെയ്തെടുക്കട്ടെ. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20 മാക്സിമം പോയാൽ 30 മിനിറ്റ്. ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്.
ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇത് ഒന്ന് തണുത്തതിന് ശേഷം ടിന്നൊന്ന് മാറ്റിയിട്ട് ഇതേ ടിന്നിൽ തന്നെ നമ്മൾ ചെയ്തെടുത്താൽ മതി. അതല്ല നിങ്ങളുടെ കയ്യിൽ രണ്ടും ഒരേപോലത്തെ ടിന്ന് രണ്ടെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 kg ബാറ്റർ ഒരുമിച്ചിട്ട് അടിച്ചിട്ട് 4 ടിന്നിലുമായിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. 2 kg ആവുമ്പം അതിൻ്റെ നേരെ ഡബിൾ ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പം കേക്കൊക്കെ റെഡിയാക്കാൻ വേണ്ടി റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2-2.5 കപ്പ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് മിക്സറിൽ നമുക്ക് ഒരു പാക്കറ്റ് ഫുൾ ക്രീം ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ കുറച്ചായിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നതുകൊണ്ട് തന്നെ പകുതിയായിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കേക്ക് 2 ലെയേഴ്സായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, അത്യാവശ്യം ഹൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 വേണമെങ്കിലും 3 വേണമെങ്കിലും കട്ട് ചെയ്യാം. പക്ഷേ 2 ടയർ ചെയ്യുമ്പം ഒരുപാട് ലെയർ കട്ട് ചെയ്യാതെ നിൽക്കുന്നതാണ് നല്ലത്. എന്നാൽ ഇപ്പോൾ നല്ല കട്ടിക്കുള്ള 2 ലെയേഴ്സ്. അപ്പോൾ 2 കേക്കും 2 ലെയർ ചെയ്യുമ്പം 4 ലെയറായി. അപ്പോൾ നല്ല ഹൈറ്റിൽ കിട്ടും നമ്മുടെ കേക്ക്. അപ്പോൾ ഇതുപോലെ അല്ല നിങ്ങൾ 2 ടയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഹൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു, ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തു, എന്നിട്ട് ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തു. ഞാൻ സ്ട്രോബെറിയുടെ കുറച്ച് ക്രഷും കൂടി ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ലെയേഴ്സും ഇതേപോലെ തന്നെ സെയിം വെച്ചിട്ട് നമുക്ക് ഷുഗർ സിറപ്പിൽ ഫില്ല് ചെയ്യുക, ക്രീമിൽ ഫില്ല് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഫില്ലിങ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറി സോസ് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രോബെറി സോസോ വേറെ എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ കൊടുക്കാം. അതൊക്കെ കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ 4 ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതിൻ്റെ ഉപകാരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 4 ലെയർ ആകുമ്പം അത്യാവശ്യം നല്ല ഹൈറ്റിൽ നമ്മുടെ 2 ടയർ കിട്ടും. 2 kg ചെയ്ത 2 ടയർ ആണെന്ന് കാണുമ്പം തോന്നിയേയില്ല. അത്യാവശ്യം നല്ലൊരു 3 kg 3.5 kg വലിപ്പമുള്ള കേക്ക് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിത് നന്നായിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടയർ കേക്ക് ചെയ്യുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 ടയർ കേക്ക് നമുക്ക് പെട്ടെന്ന് വരുന്ന ഓർഡേഴ്സ് ഒന്നും നമ്മൾ എടുക്കാണ്ടിരിക്കണം. അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. 2 ടയർ കേക്ക് ആണെങ്കിൽ ഒരു തലേ ദിവസം അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം മുമ്പെങ്കിലും പറയാൻ വേണ്ടിയിട്ട് കസ്റ്റമറോട് പറയാം. എല്ലാവരോടും ഇങ്ങനെ നമ്മുടെ ഒരു കസ്റ്റമേഴ്സ് നമ്മുടെ ഒരു മെനുവിൽ തന്നെ അത് പറഞ്ഞു വെക്കുക. 2 ടയർ കേക്ക് നമുക്ക് അപ്പോഴേക്കപ്പം സെറ്റാക്കി കൊടുക്കാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പേ പറയണം എന്ന് പറഞ്ഞു വെക്കുക. അപ്പോൾ ഒരു കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത കേക്കും കൂടി ഞാൻ സെയിം അതേ രീതിയിൽ തന്നെ ഞാൻ ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വെക്കുകയാണ്. 1 മണിക്കൂറിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ മേലത്തെ കേക്കിന് വൈറ്റ് കളറിലുള്ള ക്രീം തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പൈപ്പിംഗ് ബാഗിൽ ക്രീം ഫില്ലാക്കിയിട്ട് ഇതുപോലെ മൊത്തത്തിൽ ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്ക്രാപ്പർ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് മുകൾ ഭാഗം ഐസിങ് നൈഫ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ഞാൻ സ്ക്രാപ്പറും ഐസിങ് നൈഫും രണ്ടും കൂടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഐസിങ് നൈഫ് മാത്രം വെച്ചിട്ടും ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഷാർപ്പ് എഡ്ജ് കിട്ടുന്നതെന്നൊക്കെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോയിൽ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ അതിലൊരുപാട് ടിപ്സൊക്കെ ഞാൻ പറയുന്നുണ്ട് ഷാർപ്പ് എഡ്ജ് കിട്ടാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത കേക്കും കൂടി ഫിനിഷ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാകാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ അടുത്ത കേക്ക് ഞാൻ കളർ ഇട്ടിട്ടുള്ള ക്രീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പർപ്പിൾ കളറാണ്, പർപ്പിൾ ജെൽ കളറാണ്. അപ്പോൾ അത് 1-2 ഡ്രോപ്സ് ഞാനിപ്പം ക്രീമിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ബ്രാൻഡിലുള്ള ജെൽ കളർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പർപ്പിൾ കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ കേക്കിൽ ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 മണിക്കൂർ ഒക്കെ നമ്മുടെ ക്രം കോട്ടിങ് ചെയ്ത് വെച്ച കേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ കേക്ക് ഏകദേശം ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്.
നല്ലതുപോലെ ഷാർപ്പ് എഡ്ജൊക്കെ വരുത്തിയതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ നമ്മൾ കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ക്രീമൊക്കെ ബോർഡിൽ സെറ്റായി പോകും, പിന്നെ ക്ലീൻ ചെയ്യാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാകാൻ വെക്കുന്ന ആ ഒരു സമയത്ത് തന്നെ മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഇനി ഇത് നമുക്കൊരു 6 മണിക്കൂറെങ്കിലും സെറ്റാവാൻ വെക്കണം. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം. എന്നാലേ നമുക്ക് 2 ടയർ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എത്ര നേരം കൂടുതൽ വെക്കുന്നുണ്ടോ, ഒരു 8-12 മണിക്കൂർ, 8 മുതൽ 12 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ടയർ മാറ്റി വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെന്തായെന്ന് വെച്ചാൽ ഇത് കസ്റ്റമർ രാത്രിക്കാണ് ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ കസ്റ്റമർ പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ വന്നതിന് ശേഷം ഞാൻ എന്താ പറയുക, ടയർ കയറ്റി വെക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ശരിക്കുള്ള ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഈ ഒരു കേക്കിൻ്റെ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഫോട്ടോ അത്ര പെർഫെക്റ്റായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ തംബ്നെയിലിൽ എല്ലാ കേക്കിൻ്റെ ഫോട്ടോസും കൊടുത്തത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് എന്താ പറയുക, കുറച്ചൊന്ന് മുമ്പോട്ട് എടുത്തിട്ട് നോക്കിക്കോളൂ. ഈ ഒരു രീതിയിലാണ് ഞാൻ ടയർ മാറ്റി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് നല്ല സെറ്റായ കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ടയർ മാറ്റി എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ കുറച്ചൊന്ന് ക്രീം പോയ സ്ഥലത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഐസിങ് നൈഫ് ഒന്ന് ഓടിച്ച് വിടുകയാണ്. ഒരുപാടൊന്നും ഇതായിട്ടില്ല, പക്ഷേ ഞാൻ ടയർ മാറ്റി വെക്കുമ്പം എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. കാരണം എന്ന് വെച്ചാൽ ആ ഒരു കേക്ക് ബോർഡ് കുറച്ചൊന്ന് ഞാൻ കേക്കിലോട്ട് ടച്ചായി പോയി. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം ഇതിൽ ചെറിയൊരു സ്പാച്ചില വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഈ ഒരു നല്ല കട്ടിക്കുള്ള ഒരു സ്ട്രോ നമുക്ക് മിഡിലായിട്ട് ഇതുപോലെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിക്കുള്ള സ്ട്രോ കൊടുക്കുകയാണെങ്കിൽ എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും നമുക്ക് 2 ടയർ കേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ദൂരത്തിനനുസരിച്ചിട്ട് സ്ട്രോയുടെ അളവ് കൂട്ടുക. 1, 2, 3 മറ്റോ വെക്കുക കേട്ടോ. അപ്പോൾ ഒന്നും ആവില്ല നമ്മുടെ കേക്ക്. എന്നിട്ട് ആ ഒരു ഹോള് വന്ന സ്ഥലത്ത് ക്രീം ഫില്ല് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ഇതിൽ ഡെക്കറേഷൻ ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചിട്ടുണ്ട്, സ്പാച്ചില വർക്കെന്നും പറഞ്ഞിട്ട്, അതാണ്. അപ്പോൾ ഇത് നമ്മൾ സെറ്റാകാൻ വെക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ചെയ്ത് വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ടയർ കയറ്റി വെച്ചതിന് ശേഷവും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ പർപ്പിൾ കളറിൽ സ്പാച്ചില ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് വരഞ്ഞു കൊടുക്കുകയാണ്. താഴെയും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുകളിലും കൊടുക്കുന്നുണ്ട്. മുകളിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷേ ആ ഒരു ജസ്റ്റ് ഒരു ബോർഡ് ടച്ചായി പോയതുകൊണ്ട് മുകളിലും താഴെയുമായിട്ട് ഞാൻ കൊടുക്കുകയാണ്. പിന്നെ ഇത് കസ്റ്റമൈസ്ഡ് ഡിസൈനും കൂടിയാണ് കേട്ടോ. ഈ ഒരു ഡിസൈൻ നമ്മുടെ കസ്റ്റമർ ചൂസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരുപാട് കേക്ക്സ് ഞാൻ സെയിം ഡെക്കറേഷനിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ബോർഡറും കൂടി ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നോസിലൊന്നും ഇട്ടിട്ടില്ല, പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു ഹോളാക്കി കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ താഴെ മുകളിലുമായിട്ട് ഞാൻ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഫ്രഷ് ഫ്ലവേഴ്സാണ് കേട്ടോ. ജർബറി ഫ്ലവേഴ്സാണ്. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ആ ഒരു തണ്ടിലോട്ട് ഞാൻ സെല്ലോ ടാപ്സൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ കസ്റ്റമർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. വന്നിട്ട് കുറച്ച് 1-2 പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഞാൻ ഈ കേക്ക് ചെയ്യുന്നതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ 2 kg 2 ടയർ കേക്ക് അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ തീം വർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഡെക്കറേഷനൊക്കെ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയും പോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.